ഹായ് ഓൾ, അന്നസ് ഫ്ലോൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെജ് റൈസ് അല്ലെങ്കിൽ വെജ് പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. റൈസ് തയ്യാറാക്കാനായിട്ട് ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത്. ഒരു 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുത്ത ശേഷം 20 മിനിറ്റ് കുതിരാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബസ്മതി റൈസൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും അതോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമുക്ക് വെജിറ്റബിൾസായിട്ട് നമ്മളവിടെ ഗ്രീൻ പീസ് തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് അത് സെറ്റാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സവാള, നമ്മുടെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം ഒരെണ്ണം, ഒരൽപ്പം ക്യാബേജ്, പിന്നെ 2-3 ബീൻസും, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് അരിയിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയപ്പെട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വേവിച്ചെടുക്കാനാണ്. ശ്രദ്ധിക്കണം, അപ്പം ഒറ്റ വിസിൽ കൂടുതലാകുമ്പോഴത്തേക്കും ചിലപ്പോൾ വെന്ത് കുഴയുന്നതായിരിക്കും. ഒരു വിസിൽ തന്നെ മതിയാവും. ചിലപ്പോൾ ഉപ്പും കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ തയ്യാറാക്കാനായിട്ട് ആദ്യം 2 സ്പൂൺ എണ്ണയും അതോടൊപ്പം തന്നെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസിനെയൊക്കെ സെറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സവാള, അപ്പം നമ്മുടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് സവാളയൊക്കെ വഴന്ന് വരുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് അതൊക്കെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ്, അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്താണോ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരൽപ്പം ഉപ്പുപൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും പെപ്പറും കൂടെ ഞാനിവിടെ ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരൽപ്പം നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വഴറ്റിയെടുക്കുമ്പോൾ. അവസാനമായിട്ട് എല്ലാം വഴണ്ട് വന്ന ശേഷം ഒരൽപ്പം സോയാ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെന്ത ചോറ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഫൈനലി നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ നെയ്ക്കകത്ത് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ സവാളയും കൂടെ വറുത്ത് കോരി ഇടാവുന്നതാണ്. ഞാനിവിടെ നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ കാഷ്നട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയുമാണ് നെയ്ക്കകത്തിട്ട് വറുത്തെടുത്ത് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ ഇതിനകത്ത് ഇടാൻ പറ്റുന്നത് അതൊക്കെ ഇട്ട് നമുക്കൊന്ന് പെട്ടെന്ന് തയ്യാറാക്കുകയാണെങ്കിൽ സംഭവം നല്ല കിടുവാണ് കേട്ടോ. അപ്പം നമ്മൾ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ കോമ്പിനേഷനായിട്ട് എടുത്തേക്കുന്നത് നല്ല പെപ്പർ ഇട്ട് വെച്ച എഗ് മസാലയും പിന്നെ സലാഡും പപ്പടവും ആയിരുന്നു. സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നിങ്ങളും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.